മുന്തിരിങ്ങ പഴുക്കാൻ തുടങ്ങിയതാണിപ്പോൾ വലിയ സന്തോഷമായി. പർപ്പിൾ നിറം വന്നിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷിൽ വെറൈസോൺ എന്നാണ് പറയുന്നത്. മധുരമൊക്കെ വരുന്ന സമയമാണത്. പക്ഷെ അതുമ്മ കണ്ടില്ലേ കുറേ വെള്ള നിറങ്ങൾ. ഇതിന് അങ്ങനെ കാണുന്നില്ല. അത് വേറെ ചെറിയൊരു കൊലയാണ്. വേറെ അതിലും മൂപ്പ് കുറഞ്ഞ മുന്തിരിക്കൊലകൾ ധാരാളം ഉണ്ട്, കുറേ ഉണ്ട്. ഇഷ്ടംപോലെ മുന്തിരിങ്ങയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാം കൊല്ലമാണ്. ആദ്യത്തെ കൊല്ലം കുറച്ചുണ്ടായിരുന്നു. അതിന് പക്ഷേ പുളിയായിരുന്നു, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഒരു 7 മുന്തിരിക്കൊലയെങ്കിലും ഉണ്ടാവും, അതിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പല സ്ഥലത്തായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നിറം കണ്ടപ്പോൾ ഞാൻ സാധാരണ ചെയ്യണ പോലെ ഗൂഗിൾ ഇമേജ് സെർച്ച് കൊടുത്തു. അപ്പോൾ 2 ഉത്തരങ്ങളാണ് പ്രധാനമായിട്ട് കിട്ടിയത്. ഒന്നത് ബ്ലൂം ആണെന്ന് പറഞ്ഞു, അതായത് ഒരു വാക്സി കോട്ടിങ് മുന്തിരി തന്നെ ഉണ്ടാക്കുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഒരെണ്ണം. രണ്ടാമത്തെ വ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വൈൽഡ് ഈസ്റ്റ്, നമ്മൾ ബ്രെഡൊക്കെ പൊളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഇല്ലേ, ഒരു തരം വൈൽഡ് ഈസ്റ്റ് ആവാം എന്ന് പറഞ്ഞു. പിന്നെ ഫംഗസ് ആവാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെള്ള നിറം കണ്ടു കഴിഞ്ഞാൽ ഫംഗസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ലേ വെറും പൊടി, എവിടെന്നെങ്കിലൊക്കെ അപ്പുറത്തുനിന്ന് പൊടി വീണിട്ട് അങ്ങനെ വന്നതാവാം. ഇങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങളാണ് കിട്ടിയത്. ഏതാ ശരി എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ഫംഗസ് ആണെങ്കിൽ സാധാരണ മുന്തിരിങ്ങകൾ കേടാവും എന്നാണ് കണ്ടത്, ചുരുങ്ങിപ്പോവും, അതായത് ചുക്കിച്ചുളിഞ്ഞ പോലെയൊക്കെ ആവുന്നതാണ്. ഇതിപ്പോൾ കണ്ടിട്ട് അങ്ങനെ ചുക്കിച്ചുളിഞ്ഞ പോലെയൊന്നും തോന്നിയില്ല. കാണുമ്പോൾ നല്ല ഉരുണ്ട മുന്തിരിങ്ങ തന്നെയാണ്. ഇനി അവിടെ നിന്ന് എവിടെയെങ്കിലും പെയിൻറ്റ് തെറിച്ചതാണോ എന്നുള്ളത് അടുത്ത ചോദ്യം ചോദിക്കേണ്ടി വരും. വല്ലവരും പെയിൻറ്റ് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് പെയിൻറ്റ് തെറിച്ച ബാക്കി മുന്തിരിങ്ങക്കൊലകൾ എങ്ങനെയാണ് വരണേന്ന് നോക്കിയിട്ട് തീരുമാനിക്കേണ്ടി വരും. എന്തായാലും ആദ്യത്തെ വിളവെടുപ്പ് ഉപയോഗം ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ ബാക്കിയുള്ളതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടാവും. ഇനിയിപ്പോൾ അത് വേറെ കാരണങ്ങളുണ്ടോ, പ്രതിരോധ നടപടി വല്ലതും സ്വീകരിക്കണോ എന്നൊന്നും അറിയില്ല. സ്പ്രേ ചെയ്യാൻ എനിക്കൊരു മടിയാണ്, കാരണം അത് വേവിക്കാതെ കഴിക്കേണ്ട ഒരു ഐറ്റമാണല്ലോ. വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ കഴുകി നല്ലോണം വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടൊക്കെ ഒരു പക്ഷേ കഴിക്കാമായിരിക്കും. ഇതിപ്പം സാധാരണ എല്ലാവരും പറയാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിലും പഴങ്ങൾ വരുന്ന സമയത്തേക്ക് സ്പ്രേ ചെയ്യരുത്, അതിന് മുമ്പ് ചെയ്യണം, കുറച്ച് കാലം മുമ്പേ ചെയ്തിട്ട് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ സ്പ്രേ ചെയ്യരുത് എന്നൊക്കെയാണ് പറയുക. ഇതിപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമായ പോലെയാണല്ലോ കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ചിന്ത. കൂടുതൽ അനുഭവമുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും.